നോട്ട് ബുക്കുകൾ പെൻസിൽ തേങ്ങ വാട്ടർ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം സോട്ടിലുണ്ട്, എല്ലാം സോട്ടിലുണ്ട്. വാട്ടിലേക്ക് പോകാം, വാട്ടിലേക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി. ഫോർട്ട് കൊച്ചിയിലെ പൊതു ശൗചാലയങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഫോർട്ട് കൊച്ചിയിൽ പുതിയ 2 പൊതു ശൗചാലയങ്ങൾ സജ്ജീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഫോർട്ട് കൊച്ചി സൗത്ത് ബീച്ചിലും സെന്റ് ഫ്രാൻസിസ് ചർച്ചിന് സമീപത്തുമാണ് ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയുടെ പൈതൃക മൂല്യം നിലനിർത്തിക്കൊണ്ട് പരിസ്ഥിതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനമായിരിക്കും ഒരുക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ടോയ്ലറ്റ് സംവിധാനം, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് സംവിധാനം എന്നിവ ഉൾപ്പെടുന്ന ടോയ്ലറ്റ് സംവിധാനമാണ് തയ്യാറാക്കുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കൊച്ചി റിഫൈനറിയുടെ സാമ്പത്തിക സഹായത്തോടെ 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫോർട്ട് കൊച്ചി സൗത്ത് ബീച്ച് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഇവിടെ ബീച്ചിൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എറണാകുളത്ത് വെച്ച് കണ്ടു. ശ്രീ ആൻഡി കുരീത്തർ എപ്പോഴും പറയുന്നതാണ് ഫോർട്ട് കൊച്ചി ബീച്ച് നമുക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിന് ബഡ്ജറ്റിൽ കുറച്ച് പണം നീക്കി വെക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ ഈ കാര്യത്തിൽ ആവശ്യമായ സഹായം ചെയ്യാം. മേയർ ഏതെങ്കിലും ഒരു പദ്ധതിയിൽപ്പെടുത്തി ഒരു ടോയ്ലറ്റ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ പണിയണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനത് അപ്പോൾ തന്നെ ഏറ്റു. DPCLന്റെ പ്രധാനപ്പെട്ട എല്ലാവരുമായി, പ്രത്യേകിച്ച് ശ്രീ ജോർജ് തോമസിനോട് സംസാരിച്ചു. അങ്ങനെ ദിലീപ് വന്നു. അങ്ങനെ DPCL 3 ടോയ്ലറ്റ് പണിയാൻ നമുക്ക് ആദ്യഘട്ടത്തിൽ ഫണ്ട് നൽകാൻ തീരുമാനിച്ചു. അതിൽ 2 നമ്മൾ കൊച്ചിക്ക് തന്നെ വേണമെന്ന് തീരുമാനിച്ചു. 2 നമ്മുടെ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ കൗൺസിലറായ 1ാം ഡിവിഷനിലാണ് പണിയുന്നത് എന്ന സന്തോഷകരമായ കാര്യം ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലത്താണ് പണിയുന്നത്. ഡെപ്യൂട്ടി മേയർ കെ അൻസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ സ്വാഗതം ആശംസിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ടീച്ചർ, ടാക്സ് അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാലിനി കുറുപ്പ്, കൗൺസിലർമാരായ ഷീബലാൽ, KM മനാഫ്, ശാന്ത വിജയൻ, രജനിമണി, ഷൈല തദേവൂസ്, PR ആൻഡ് CSR ചീഫ് മാനേജർ വിനീതം വർഗീസ്, CET പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പക്ഷെ അതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് നഗരസഭ നമ്മുടെ കാലഘട്ടം, നമ്മുടെ ഈ ഒരു കൗൺസിൽ കാലഘട്ടം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് റോഡ് യാഥാർത്ഥ്യമാക്കാനും അതുപോലെ തന്നെ എല്ലാവരുടെയും സൗകര്യത്തിൽ നമ്മുടെ CHEDന്റെയും CSMന്റെയും ഒക്കെ ഒരു മുന്നേറ്റത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ പൊതുജനങ്ങളിലോട്ട് എത്തിക്കാനൊക്കെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഈ ടോയ്ലറ്റ് സമുച്ചയം നമുക്ക് DPCLന്റെ സഹായത്തോടുകൂടിയാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. അതിന് എല്ലാ ആശംസകളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഇതിലെ പണികളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, ഇവിടെ സൗത്ത് ബീച്ച് എന്ന് പറയുന്ന ഏറ്റവും പ്രയോറിറ്റി ഒരു ഏരിയ കൂടിയാണ്. നമുക്കിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കോപ്പുള്ള സ്ഥലങ്ങളാണ്. നമുക്കറിയാം, ഇവിടെ പല സ്ഥലങ്ങളിലും അൺഓതറൈസ്ഡ് വെൻഡേഴ്സ് ഒത്തിരി വന്നു ചേർന്നത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ. ഇപ്പോൾ സൗത്ത് ബീച്ചിൽ നമുക്ക് നടന്നു വരാൻ തന്നെ പറ്റാത്തൊരു സമയമാണ്. വൈകുന്നേരം ടൈമിൽ നമുക്ക് വണ്ടികളെല്ലാം കയറി കിടന്നു കഴിഞ്ഞാൽ ബീച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് ആൾക്കാർക്ക് കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമുക്കറിയാം, ഇവിടെ ഒരു സൗത്ത് ബീച്ചിലൊരു ഇപ്പോൾ മേയറും എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് സൗത്ത് ബീച്ചിൽ തന്നെ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ, സൗത്ത് ബീച്ചിൻ്റെ ഒരു ചെറിയൊരു നമുക്കൊരു സംവിധാനം ചെയ്താൽ നമുക്ക് കുറേ കൂടി ബീച്ച് ബ്യൂട്ടിഫൈ ചെയ്യാൻ സാധിക്കും. ബീച്ചിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് സൗത്ത് ബീച്ചുമായി ബന്ധപ്പെട്ടു. ഇവിടെ കുറേ പൊട്ടൻഷ്യൽ ഉള്ളൊരു ഏരിയയാണ്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.